ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാറ്റർ ആൻഡ് മോളിക്യൂൾസ് നമുക്ക് കഴിഞ്ഞ വർഷം 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ടായിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു മാറ്റർ ആൻഡ് മോളിക്യൂൾസ്. അപ്പോൾ അന്ന് നമ്മൾ പഠിച്ച നമ്മൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാൻ പോവാണ്. അന്നൊന്ന് പഠിച്ചു വെച്ചത്. അതിനുശേഷം നമ്മൾ ഇപ്രാവശ്യത്തെ മെയിൻ ടോപ്പിക്കിലോട്ട് കിടക്കും. ഇപ്പൊ നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ് കഴിഞ്ഞ വട്ടം പഠിച്ചു വെച്ച കുറച്ച് ഡെഫിനിഷൻസ് ഇവിടെ പഠിക്കാൻ പോവാണ്. ആദ്യത്തെ ഡെഫിനിഷൻ ആണ് എന്താണ് മാറ്റർ. ഈ ചാപ്റ്ററിന്റെ ആദ്യം തന്നെ നമ്മൾ കേട്ടത് മാറ്റർ ആൻഡ് മോളിക്യൂൾസ് എന്നാണ്. ആദ്യം നമുക്ക് മാറ്റർ എന്താണെന്ന് പഠിക്കാം. എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഓക്യുപൈസ് സ്പേസ് ഈസ് കോൾഡ് മാറ്റർ. അതായത് ഇതിൽ എഴുതിയേക്കുന്ന എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഓക്യുപൈസ് സ്പേസ് ഈസ് കോൾഡ് മാറ്റർ എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? മാറ്റർ എന്ന് വെച്ചാൽ മാസും വെയിറ്റ്, മാസ് എന്ന് പറഞ്ഞാൽ വെയിറ്റും സ്പേസും ഓക്യുപ്പൈ ചെയ്യുന്ന സാധനത്തിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. മാസും സ്പേസും ഉള്ള സ്പേസ് ഓക്യുപ്പൈ, അതായത് സ്പേസ് എടുക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. അടുത്തത് മോളിക്യൂൾസ് എന്നാണ് നമുക്ക് ഇതിൽ അടുത്തത് തന്നേക്കുന്നത്. മോളിക്യൂൾസ് മാറ്റർ എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്? മാറ്റർ ഉണ്ടാക്കിയേക്കുന്നത് മോളിക്യൂൾസിനെ കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആർ സ്മോൾ പാർട്ടിക്കിൾസ് വിച്ച് മേക്ക് അപ്പ് എ മാറ്റർ. അതായത് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ചെറിയ പാർട്ടിക്കിൾസ് ആണ്, അത് മാറ്ററിനെ ഉണ്ടാക്കും. ഈ മോളിക്യൂൾസ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു മാറ്റർ ഫോം ചെയ്യുന്നത്. അടുത്ത നമുക്ക് ആറ്റം എന്താണെന്ന് നോക്കാം. ആറ്റം നമുക്ക് കഴിഞ്ഞ വട്ടം ഒന്നും ഉണ്ടാവില്ല, ഇപ്രാവശ്യം പുതിയതായിട്ട് വന്നതായിരിക്കും. നമ്മൾ ആറ്റം ബോംബെന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ മോളിക്യൂൾസ് ആറ്റത്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിന് നമുക്ക് തന്നിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ആറ്റംസ് ആർ വെരി സ്മോൾ പാർട്ടിക്കിൾസ് വിച്ച് മേക്ക് അപ്പ് മോളിക്യൂൾസ്. അതായത് ആറ്റംസ് ആണ് ഏറ്റവും ചെറുത്, അത് മോളിക്യൂൾസിനെ ഉണ്ടാക്കും. എങ്ങനെയാന്ന് വെച്ചാൽ കുറെ ആറ്റം കൂടിയിട്ട് ഒരു മോളിക്യൂൾ ഉണ്ടാവും. അങ്ങനെയാണ് ഇതിൽ എഴുതിയേക്കുന്നത്. അടുത്ത നമുക്ക് കുറച്ച് ഹിന്റ്സ് താഴെ തന്നിട്ടുണ്ട്. മാറ്റർ ഉണ്ടാവുന്നത് മോളിക്യൂൾസിൽ നിന്നാണ്, മോളിക്യൂൾസ് ഉണ്ടാവുന്നത് ആറ്റത്തിൽ നിന്നാണ്. കഴിഞ്ഞ പേജിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വട്ടം ഹിന്റ് എന്ന് എഴുതിയില്ലേ? കഴിഞ്ഞ വട്ടം ഞാൻ ഹിന്റ് എന്ന് എഴുതിയപ്പം ഹിന്റിന്റെ സ്പെല്ലിംഗ് തെറ്റായിരുന്നു. ഞാൻ HIND എന്നാണ് എഴുതിയത്. HINT ആണ് ശരിക്കും ഹിന്റിന്റെ സ്പെല്ലിങ്. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത മെയിൻ ടോപ്പിക്കിലോട്ട് പോവാം. മാറ്റർ ആൻഡ് മോളിക്യൂൾസിലെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ് അടുത്ത ടോപ്പിക്. There are 3 states of matter. അപ്പോൾ 3 states of matter ഉണ്ട്. There are 3 states of matter. സോളിഡും ലിക്വിഡും ഗ്യാസും ആണ് ആ സ്റ്റേറ്റ്സ്. അതായത് ഈ 3 സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് സോളിഡും ലിക്വിഡും ഗ്യാസും ആണ്. അത് നമ്മൾ 4ലും 3ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോളിഡും ലിക്വിഡും ഗ്യാസ് ആണ് 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ 3 സ്റ്റേറ്റ്സേ ഉള്ളൂ. പക്ഷെ ഇനി കുറച്ചും കൂടെ ക്ലാസ്സിലോട്ട് എത്തുമ്പോൾ 4 സ്റ്റേറ്റ്സ് കാണും. സോളിഡും ലിക്വിഡും ഗ്യാസും പ്ലാസ്മയും കാണും. പക്ഷെ ഇപ്പൊ നമുക്ക് സോളിഡും ലിക്വിഡും ഗ്യാസും മാത്രം പഠിച്ചാൽ മതി. സോളിഡ് എന്ന് പറയുമ്പോൾ മറ്റേ മണ്ണും നമ്മുടെ ഡോർ ഹാൻഡിലും അങ്ങനെ നല്ല നല്ല ഡെഫിനിറ്റ് ഷേപ്പും വോളിയും എല്ലാം ഉള്ള അതാണ് സോളിഡ്. പിന്നെ ലിക്വിഡ് വാട്ടർ അങ്ങനത്തത്. പിന്നെ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ, ഈ എയറിലുള്ള സാധനങ്ങളാണ് ഗ്യാസ്. അതൊക്കെ നമ്മൾ ഇനി അടുത്തതിൽ നന്നായിട്ട് പഠിക്കും. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മൾ നോക്കുന്നത് 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുമ്പോൾ സോളിഡും ലിക്വിഡും ഗ്യാസും ആണ് 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് സോളിഡ്സിനെ പറ്റി നന്നായിട്ട് പഠിക്കാനുണ്ടെന്ന്. അപ്പൊ ഇത് സോളിഡ്സിന്റെ ഫീച്ചേഴ്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. മോളിക്യൂൾസ് ഇൻ എ സോളിഡ് ഈസ് ടൈറ്റ്ലി പാക്ഡ്. അതായത് ഈ മോളിക്യൂൾസ് എല്ലാം കൂടെ ചേർന്നാണ് ഒരു മാറ്റർ ഉണ്ടാവുന്നതെന്ന് അറിയോ? ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് സോളിഡ്. അപ്പൊ സോളിഡ്സിലുള്ള മാറ്റർ ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അവരെ കയ്യിൽ എടുക്കാനൊക്കെ
എന്താണ് ഇങ്ങനെ ഹോൾസ് കുറവായിരിക്കും. അപ്പം എന്താണ് അതിങ്ങനെ അതിനൊരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കാനൊക്കെ പറ്റും. എക്സാമ്പിൾ എന്ന് പറയുന്നത് ചെയർ അങ്ങനത്തെ ചെയർ, കസേര, അതായത് ചെയർ എന്ന് പറഞ്ഞാൽ കസേര, സ്റ്റെപ്പ്, കല്ല്, ഇതെല്ലാം എക്സാമ്പിൾ ഓഫ് എന്താണ് സോളിഡ് ആണ്. അപ്പം സോളിഡ്സിലെ മോളിക്യൂൾസ് ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. നല്ല കട്ടിക്ക് നല്ല തിക്ലി ചേർന്ന് നിൽക്കുന്ന മോളിക്യൂൾസ് ആണ് സോളിഡ്സിലുള്ളത്. ഹാസ് എ ഫിക്സ്ഡ് ഷേപ്പ്, അതായത് ഒരു ഫിക്സ്ഡ് ഷേപ്പ് ഉണ്ട്. എന്താണ് ഒരിക്കലും നമ്മൾ ഇപ്പോൾ ഒരു കസേരനെ പിടിച്ചാൽ അതിന്റെ ഷേപ്പ് പെട്ടെന്നൊന്നും മാറില്ല. ഒരു ചെറിയ തട്ട് കൊടുത്താലൊന്നും അതിന്റെ ഷേപ്പ് മാറാനൊന്നും പോണില്ല. അപ്പം എന്താണ് ഈ മോളിക്യൂൾസ് ടൈറ്റ് ആയിക്കൊണ്ടാണ് ഹാസ് എ ഫിക്സ്ഡ് ഷേപ്പ്. പിന്നെ അടുത്ത ഹാസ് എ ഫിക്സ്ഡ് വോളിയം. വോളിയം നല്ല ടൈറ്റ്, എന്താണ് വോളിയം എന്ന് പറയുന്നത് സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ തിങ് ഈസ് കോൾഡ് വോളിയം. അതായത് എന്താണ് ഇത് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന സ്പേസ് പെട്ടെന്നൊന്നും അതിന് മാറൂല. ഇപ്പൊ ഒരു കസേര വെച്ചാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് അതിന്റെ ഇരട്ടി സ്പേസ് ഓക്യുപ്പൈ ചെയ്യോ? ഇല്ല. അപ്പം ഹാസ് എ ഫിക്സ്ഡ് ഷേപ്പ്, ഹാസ് എ ഫിക്സ്ഡ് ഷേപ്പ്, ഹാസ് എ ഫിക്സ്ഡ് വോളിയം, ഹാസ് എ ഫിക്സ്ഡ് ഷേപ്പ്, മോളിക്യൂൾസ് ഇൻ എ സോളിഡ് ഈസ് ടൈറ്റ്ലി പാക്ഡ്. ഇതൊക്കെയാണ് സോളിഡിന്റെ ഡെഫിനിഷൻ. ഇതിനെ പറയാം, സോളിഡിന്റെ ഡെഫിനിഷൻ എന്നും പറയാം. ഇത് ശരിക്കും സോളിഡ്സിന്റെ ഫീച്ചേഴ്സ് ആണിത്. അതായത് ഇതെല്ലാം സോളിഡ്സിനുള്ള കാര്യങ്ങളാണ്. എന്താണ് മോളിക്യൂൾസ് ഇൻ സോളിഡ്സ് ഈസ് ടൈറ്റ്ലി പാക്ഡ്, ഹാസ് എ ഫിക്സ്ഡ് ഷേപ്പ്, ഹാസ് എ ഫിക്സ്ഡ് വോളിയം. ഇതൊക്കെ സോളിഡിന്റെ ഫീച്ചേഴ്സ് ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇത് ഇതുവരെ തീർന്നിട്ടില്ല. ഞാൻ ഇതിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നാളെ വരാം. ബൈ.